കേരളത്തിലെ ഒരു മൈനിങ് കമ്പനി ഒരു IT കമ്പനിക്ക് വർഷങ്ങളോളം മാസം തോറും പണം കൊടുത്തു. ആ IT കമ്പനി ഒരൊറ്റ സർവീസ് ഡോക്യുമെന്റ് പോലും ഇതുവരെ ഹാജരാക്കിയിട്ടുമില്ല. ഈ കമ്പനിയുടെ ഉടമ മുൻ കേരള മുഖ്യമന്ത്രിയുടെ മകൾ. ED ആ കേസിൽ റെയ്ഡ് നടത്തി. തെരുവിൽ SFI, DYFI, CPM പ്രവർത്തകർ. ED പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇന്ത്യയിൽ ഉടനീളം പ്രതിപക്ഷ നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് ലക്ഷ്യം വെക്കുന്നു, അഥവാ ഒരു ബയസ്ഡ് ടാർഗറ്റിംഗ് എന്ന വിമർശനം വളരെ ശക്തമാണ്. പല കേസുകളിലും രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ അന്വേഷണങ്ങൾക്ക് പിന്നിലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നിരുന്നാലും ശരിക്കും എന്താണ് ഈ CMRL എക്സാലോജിക് പ്രശ്നം? ഈ കമ്പനികളുടെ പശ്ചാത്തലം ഒന്ന് നോക്കാം. എക്സാലോജിക് 2014 ബംഗളൂരു കേന്ദ്രീകരിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി ആരംഭിച്ച ഒരു IT കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതും ഈ കമ്പനികളെല്ലാം നിയമപ്രകാരമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ നോക്കി നടത്തുന്നത് ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അഥവാ ROC ആണ്. ഇപ്പോൾ രേഖകൾ പ്രകാരം ഇതൊരു 1% കമ്പനിയാണ്. അതായത് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഔദ്യോഗിക രേഖകൾ പ്രകാരം വീണ വിജയൻ മാത്രമാണ് ഇതിലെ ഏക ഡയറക്ടറും ഷെയർ ഹോൾഡറും. ഇതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റലോ വെറും 1 ലക്ഷം രൂപ. ഇനി രണ്ടാമത്തെ കമ്പനിയായ CMRL സ്റ്റാൻഡ്സ് ഫോർ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ്. കൊച്ചിയിലെ ആലുവയിലുള്ള ഒരു കമ്പനിയാണ്. കേരളത്തിൻ്റെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണൽ അഥവാ ബ്ലാക്ക് സാൻഡ് എടുത്ത് അതിൽ നിന്ന് വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. ഇതിൻ്റെ MD ആണ് SN ശശിധരൻ കർത്ത എന്ന കരിമണൽ കർത്ത. ഇനി ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണ്? CMRL എക്സാലോജിക്കിന് 1.72 കോടി രൂപ നൽകിയതായി 2023 ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തി. ഇത് പിന്നീട് 2.78 കോടിയായി ഉയർന്നതായും കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ 1.72 കോടി രൂപ CMRL ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ കൊടുത്തതല്ല, ഇതൊരു മാസ ശമ്പളം പോലെ നൽകിയതാണ്. ഇതിനെയാണ് മാസപ്പടി എന്ന് വിളിക്കുന്നത്. ഇതിനായി CMRL പ്രധാനമായും 2 എഗ്രിമെന്റുകൾ അഥവാ കോൺട്രാക്ട്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യത്തെ കോൺട്രാക്ട് എന്താണെന്ന് വെച്ചാൽ വീണ വിജയൻ എന്ന വ്യക്തിക്ക് പേഴ്സണൽ കപ്പാസിറ്റിയിൽ എല്ലാ മാസവും 5 ലക്ഷം രൂപ വീതം നൽകാനുള്ള ഒരു എഗ്രിമെന്റ്. രണ്ടാമത്തേത് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് എല്ലാ മാസവും 3 ലക്ഷം രൂപ വീതം നൽകാൻ മറ്റൊരു എഗ്രിമെന്റ്. അതായത് ഈ 5 ലക്ഷവും 3 ലക്ഷവും കൂടെ ചേർത്ത് ആകെ 8 ലക്ഷം രൂപ വീതമാണ് ഓരോ മാസവും അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ 2017 മുതൽ 2020 വരെയുള്ള ഏകദേശം 3 വർഷത്തോളം കൊടുത്ത തുക എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമ്മൾ വാർത്തകളിൽ കാണുന്ന ആകെ തുകയായി 1.72 കോടി രൂപ ആകുന്നത്. എന്നാൽ ഈ തുകയ്ക്ക് പകരമായി എക്സാലോജിക്ക് യാതൊരുവിധ IT സേവനങ്ങളും നൽകിയിട്ടില്ല എന്നാണ് അവരുടെ കണ്ടെത്തൽ. ഇപ്പൊ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, എക്സാലോജിക് എന്ന ഒരു കമ്പനിയുമായി ഇടപാടുകൾ നടന്നതിനെ കുറിച്ച് 2 കമ്പനികളിലെയും എംപ്ലോയീസിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. സർക്കാരിന്റെ വ്യവസായ വികസന കോർപ്പറേഷനായ KSIDC അഥവാ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കർത്തയുടെ CMRL കമ്പനിയിൽ 13.41% ഷെയർസ് ഉണ്ട്. അതായത് CMRL പൂർണ്ണമായിട്ടും ഒരു പ്രൈവറ്റ് കമ്പനിയല്ല. അപ്പോൾ സർക്കാരിന് 13%-ലധികം ഷെയറുള്ള ഒരു കമ്പനിയിൽ ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് പൊതുജനങ്ങളുടെ പണം കൂടിയാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപ യാതൊരു രേഖകളും ഇല്ലാതെ എക്സാലോജിക്കിനും മറ്റുമായി നൽകിയപ്പോൾ ബോർഡിലിരിക്കുന്ന KSIDC ഉദ്യോഗസ്ഥർ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള കേസ് പ്രോഗ്രസ് നോക്കുകയാണെങ്കിൽ ROCയുടെ ഇൻവെസ്റ്റിഗേഷൻ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിനെ തുടർന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസായ SFIO ഈ അന്വേഷണം ഏറ്റെടുക്കുന്നതും CMRL ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്യുന്നത്. പിന്നീട് ഇതിനെ തുടർന്ന് ഈ കേസിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അത് തള്ളി. ഇതിന് പിന്നാലെ നമ്മൾ ഈ അടുത്ത് കണ്ട ED റെയ്ഡുകളെല്ലാം നടക്കുകയും വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ 242 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ CMRLനെ കൂടാതെ മറ്റ് കമ്പനികളിലും ഈ എക്സാലോജിക്കുമായി സമാനമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് ED ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിരിക്കെ ബാക്കിയാവുന്ന ചില പ്രധാന ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ബംഗളൂരു ROCന്റെ എൻക്വയറി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എക്സാലോജിക്ക് ഒരൊറ്റ സർവീസ് ഡോക്യുമെന്റ് പോലും ഹാജരാക്കിയിട്ടില്ലെന്നാണ്. അപ്പോൾ CMRLന് ഈ കരാർ ഒപ്പിടുമ്പോൾ
എന്തടിസ്ഥാനത്തിലാണ് ഈ ഒരു കമ്പനിക്ക്, അതും 2 വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ഒരു കമ്പനിക്ക് കോമ്പറ്റൻസ് ഉണ്ടെന്ന് വിശ്വസിച്ചത്? ED ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത് 18.36 കോടി രൂപ. CMRL നിന്ന് കിട്ടിയത് 1.72 കോടി മാത്രം. അപ്പോൾ ബാക്കി പണം എവിടെ നിന്നാണ് വന്നത്? ഇനി മൂന്നാമത്തെ ചോദ്യം, MCA രേഖകൾ പ്രകാരം എക്സാലോജിക്കിന്റെ അവസാന ബാലൻസ് ഷീറ്റ് ഫയൽ ചെയ്തത് മാർച്ച് 2022-ലാണ്. സെൻട്രൽ ഗവൺമെന്റ് SFIO അന്വേഷണം ഓർഡർ ചെയ്തത് ജാനുവരി 2024. അപ്പോൾ കമ്പനി ഡോർമെന്റ് ആയത് അന്വേഷണത്തിന് 2 വർഷം മുമ്പ്. ഈ ടൈമിംഗ് വെറും ഒരു കോയിൻസിഡൻസ് ആണോ? ഇനി നാലാമത്തെ ചോദ്യം, SFIO പ്രോസിക്യൂഷൻ കംപ്ലൈന്റിൽ ഉൾപ്പെടുത്തിയ ഡോക്യുമെന്റ്സിൽ CMRL മാത്രമല്ല 12 കമ്പനികൾ കൂടി എക്സാലോജിക്കിന് പണം നൽകിയതായി റിപ്പോർട്ട്സ് ഉണ്ട്. ED ഈ 12 കമ്പനികളുടെ പേര് ഇതുവരെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ആ കമ്പനികൾ ഏതൊക്കെയാണ്? അവയ്ക്ക് കേരള സർക്കാരിൽ നിന്ന് ഈ കാലയളവിൽ എന്തെങ്കിലും കോൺട്രാക്ട്സോ പെർമിറ്റ്സോ അല്ലെങ്കിൽ ക്ലിയറൻസുകളോ ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതിനൊക്കെ ഒരു ക്ലിയർ റെസ്പോൺസ് കൊടുക്കാതെ അണികളെ തെരുവിലിറക്കി ഉള്ള വണ്ടിയൊക്കെ തല്ലിപ്പൊളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അത്യാവശ്യത്തിന് പഠിപ്പും വിവരവുമുള്ള വീണ ടി തന്നെ ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ സംശയങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. നന്ദി.